നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മനസമാധാനം ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് മുഴുവനായി പോയി കിടക്കുകയാണ്. ഒരു സൈഡിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണ്. പട്ടാപ്പകൽ പോലും ഗുണ്ടകൾ തെരുവിലിറങ്ങി ആളുകളെ വെട്ടിക്കൊല്ലുന്ന അല്ലെങ്കിൽ അടിച്ചുകൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം കരമനയിൽ നടന്നത്. ഒരു ഗുണ്ടകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാക്ക് തർക്കത്തിന്റെ പേരിലാണ് ഒരു യുവാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് പട്ടാപ്പകൽ തന്നെ നടു റോഡിൽ വെച്ച് ഇത്തരത്തിൽ വളരെ ക്രൂരമായി അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവിടെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം, അദ്ദേഹം 19 ദിവസത്തെ വിദേശ ടൂറിനായി ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ കറങ്ങുകയാണ്. അതിനിടയിലാണ് കേരളത്തിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്ന സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുന്നത്. ഏതായാലും അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയെന്ന ഒരു 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണക്കമ്മൽ കവർന്ന ശേഷം കുഞ്ഞിനെ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തകളും വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം നമുക്കറിയാം, എറണാകുളത്ത് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ച ഒരു വാർത്ത, അതിൻ്റെ വേദന കേരളം ഇപ്പോഴും മറന്നു കാണില്ല. അതിന്റെ ഞെട്ടലിലായിരുന്നു നമ്മൾ. ആ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പ്രതിയെ പിടികൂടുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ആ നഷ്ടം അവരുടെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. മാത്രമല്ല, കേരളവും ഏറെ കരഞ്ഞതാണ് ആ ഒരു വാർത്ത കേട്ടിട്ട്. കൂടാതെ തിരുവനന്തപുരത്തും സമാനമായ സംഭവം ഉണ്ടായി. പക്ഷേ പോലീസിന്റെ അതിവേഗത്തിലുള്ള ഇടപെടൽ മൂലമാണ് ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചത്. ആ പ്രതി എന്തിനാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതും അതും ബലാത്സംഗം ചെയ്ത് കുഞ്ഞിനെ കൊല്ലാൻ തന്നെയാണ് ആ പ്രതിയും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, അതും രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന നാടോടി സംഘത്തിൽപ്പെട്ട കുഞ്ഞിനെ. അപ്പോൾ ആ വാർത്തയും നമ്മൾ കേട്ടുകൊണ്ട് കുറച്ചും കൂടി ജാഗ്രത പാലിച്ചിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും സമാനമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അതും കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിയോടെയാണ് കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാനായി വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതുവഴിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുഞ്ഞിന്റെ സ്വർണ്ണക്കമ്മൽ കവർന്ന ശേഷം കുട്ടിയെ വീടിന് കുറച്ചകലെയുള്ള ആളൊഴിഞ്ഞൊരു പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ കാണാതായത് അറിഞ്ഞ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും വേഗത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ അല്പം അകലെയുള്ള മറ്റൊരു വീട്ടിലെത്തിയ കുട്ടി വീട്ടുകാരെ വിളിച്ചുണർത്തി കാര്യം പറയുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് കുഞ്ഞിനെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച് അയാൾ കടന്നു കളയുകയായിരുന്നു. അവരാണ് തെരച്ചിൽ നടത്തിയിരുന്ന നാട്ടുകാരെ ഉടൻ തന്നെ വിവരം അറിയിച്ചത്. കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉടൻ പ്രവേശിച്ചു. കുഞ്ഞിന്റെ കണ്ണിലും കഴുത്തിലും മുറിവേറ്റിട്ടുണ്ട്. എന്നാൽ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മോഷണം മാത്രമാണോ ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിലെന്ന ലക്ഷ്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പശുവിനെ കറക്കാനായി അതിരാവിലെ പതിവായി അടുക്കളവാതിൽ തുറക്കാറുണ്ടെന്നും കറവ കഴിഞ്ഞ ശേഷമേ അത് അടയ്ക്കാറുള്ളൂ എന്ന് വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് ഈ സംഭവത്തിന് പിന്നിൽ. കാരണം പുലർച്ചെ നേരത്താണ്. അപ്പോൾ ആ വീട്ടിലെ ഈ നേരത്തെ വാതിൽ തുറക്കുമെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ആരോ ആകാനാണ് സാധ്യതയെന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതിനാൽ പ്രദേശവാസികളോ സ്ഥലവുമായി നല്ല അടുപ്പമുള്ളവരോ അതുപോലെ ഈ വീടുമായി ഏറ്റവും അടുപ്പമുള്ളവരോ ആകാം സംഭവത്തിന് പിന്നിൽ എന്ന സംശയവുമുണ്ട്. ഏതായാലും പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. സമീപത്തുള്ള CCTVകളിൽ നിന്ന് പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അതുപോലെ മറ്റു ജില്ലകളിലൊക്കെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഗുണ്ടകളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. കരമന നിയമമേഖലയിലാണ് ഓപ്പറേഷൻ ആഗ് എന്ന് പേരിട്ട് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് തുടർച്ചയായി വിവിധയിടങ്ങളിൽ ഗുണ്ടാക്രമണങ്ങൾ തുടർച്ചയാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ്. കഴിഞ്ഞ ദിവസം കരമനയിലാണ് അഖിൽ എന്ന യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. പ്രതികളെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് പിടികൂടാനായത്. ചൊവ്വാഴ്ച രാത്രി വെള്ളറടയിൽ വീണ്ടും ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടായിരുന്നു. പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ SP-യുടെയും നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട കുറ്റവാളികളുടെ വീടുകളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം. ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണ്ടകൾക്ക് അറിയാം, കുറച്ചു കാലം പോലീസ് ഇവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തും, ഒരുപക്ഷെ പിടിച്ച് ജയിലിടും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം തണുക്കുമെന്നറിയാം. അപ്പോൾ വീണ്ടും ഇവർ തലപൊക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായി തന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടാ ലിസ്റ്റിൽ പെട്ടവരെ കണ്ടുപിടിച്ച് അവരെ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ രീതിയിലുള്ള നിയമങ്ങൾ ചുമത്തി അവരെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങളും.